റോഡിൽ കൂടെ ലക്ഷറി കാർസും സ്പോർട്സ് കാർസൊക്കെ ഓടിപ്പോകാൻ നേരത്തെ നമ്മളും വിചാരിക്കും എനിക്കും ഇതുപോലത്തെ ഒരു കാർ വാങ്ങിക്കണം എപ്പോഴെങ്കിലും. സോ പല ആൾക്കാരും ഇതുപോലെ ആലോചിച്ച് അങ്ങ് കളയത്തേ ഉള്ളൂ. സോ അതിനുവേണ്ടി വർക്ക് ചെയ്തില്ല. ഇനി ഇൻ കേസ് ആ ഒരു കാർ വാങ്ങിക്കാൻ വേണ്ടി നിങ്ങൾ എഫേർട്ട് ഇടാൻ തയ്യാറാവുകയാണെങ്കിൽ എങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. സോ ഫസ്റ്റ്ലി ലുക്ക് അറ്റ് ദ കാർ പ്രൈസ്. ഇപ്പം ഈ ഒരു കാർ എക്സാമ്പിളായിട്ട് എടുക്കാം. ഇറ്റ്സ് എ പോർഷെ 911 Turbo S. ഈ കാറിന്റെ പ്രൈസ് റഫ്ലി അബൌട്ട് 1.2 million dirhams ആണ്. ഈ കാർ വാങ്ങിക്കാൻ 20% ഡെപ്പോസിറ്റ് കൊടുക്കണം, വിച്ച് ഇസ് 240,000 dirhams. ഇതിന് നമുക്ക് മന്ത്ലി ഐ തിങ്ക് അറൌണ്ട് 20,000 dirhams ആണ് നമുക്ക് മന്ത്ലി കൊടുക്കേണ്ട പേയ്മെന്റ്സ്. സോ നമ്മൾ ബാങ്ക് നോക്കുന്നത് നമ്മളെ മന്ത്ലി ഇൻകത്തിന്റെ 40% വെച്ച് കാർ പേയ്മെന്റ്സ് കവർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് അവർ നോക്കുന്നത്. വിച്ച് മീൻസ് യു ഹാവ് ടു ബി മേക്കിംഗ് 50,000 dirhams എല്ലാ മാസവും. എന്നാലാണ് ഈ ഒരു കാറിന്റെ പേയ്മെന്റ്സ് കവർ ചെയ്യാൻ പറ്റുന്നത്. ഓൾസോ വേറെ ലയബിലിറ്റീസ് കാണും, നിങ്ങൾക്ക് മന്ത്ലി പേയ്മെന്റ്സ് ആണ്, അതെല്ലാം അവർ നോക്കും. അപ്പം ഈ 20,000 dirhams മന്ത്ലി നമുക്ക് പേയ്മെന്റ് ആയിട്ട് മേക്ക് ചെയ്യണം. ഫോർ ദാറ്റ് യു ഹാവ് ടു ബി മേക്കിംഗ് 50,000 dirhams എല്ലാ മാസവും. അപ്പൊ എങ്ങനെയാണ് 50,000 dirhams എല്ലാ മാസവും മേക്ക് ചെയ്യുന്നത്? നമ്മളിങ്ങനെ റിവേഴ്സ് എഞ്ചിനീയർ ചെയ്ത് നോക്കണം, അപ്പോഴേ നമുക്ക് മനസ്സിലാവത്തില്ല എന്താണ് ആക്ച്വലി ചെയ്യേണ്ടതെന്ന്. ഇനി 50,000 dirhams എല്ലാ മാസവും മേക്ക് ചെയ്യണമെങ്കിൽ ഒബ്വിയസ്ലി ജോലി കൂടെ പറ്റും. യുഎഇയിൽ ഒരുപാട് ജോബ്സ് ഉണ്ട് നല്ല രീതിയിൽ സാലറി കിട്ടുന്നത്. പക്ഷെ അതിനെല്ലാം ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് ഡസന്റ് മാറ്റർ ഹൗ ഹാർഡ് യു വർക്ക്, ആ സെയിം കാശ് തന്നെ കിട്ടിക്കൊണ്ടിരിക്കത്തുള്ളൂ, കൂടുതൽ കിട്ടാൻ ഒരു മാർഗമില്ല. അപ്പം സെൽ എ പ്രോഡക്റ്റ് ഓർ സർവീസ്. സോ ആ ഒരു പ്രോഡക്റ്റ് സർവീസ് അതിന്റെ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഒരു 10,000 dirhams എങ്കിലും ആയിരിക്കണം ആ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ്. എന്നാൽ മാത്രമേ നമുക്ക് എളുപ്പത്തിൽ സെല് ചെയ്യാൻ പറ്റൂ. സോ ആസ് പെർ സർവേ പ്രൂവ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ യു ക്യാൻ മേക്ക് 2,000 dirhamത്തിന്റെ പ്രോഡക്റ്റ് മേക്ക് ചെയ്യും, ആൻഡ് ദെൻ യു ക്യാൻ സെൽ ഇറ്റ് ടു 20 or 30 people and make ഈ പറഞ്ഞ amount 50,000 dirhams. പക്ഷെ something much easier is make an expensive product, sell it to few people. അതാണ് കുറച്ചും കൂടി എളുപ്പം. കാരണം എക്സ്പെൻസീവ് പ്രോഡക്റ്റ് വാങ്ങിക്കാൻ കുറച്ച് ആൾക്കാരെ കാണാറുള്ളൂ, and then it's kind of easy to sell it to them. You don't have to convince them. If they want something, they will buy it from you. പക്ഷെ ഒരു ചീപ്പ് പ്രോഡക്റ്റ് ആണെങ്കിൽ അവര് നെഗോഷിയേറ്റ് ചെയ്യാൻ നോക്കും, കുറയ്ക്കാൻ നോക്കും, ബാർഗെയിൻ ചെയ്യാൻ നോക്കും. അത് അങ്ങനെയാണോ ഇങ്ങനെയാണോ സ്കെപ്റ്റിക് ആയിരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓൾവേസ് മേക്ക് എൻ എക്സ്പെൻസീവ് പ്രോഡക്റ്റ്. അത് നിങ്ങളെ വാല്യൂ എന്താണെന്ന് ആ ഒരു പ്രോഡക്റ്റിനെ കൂടെ അറിയാൻ പറ്റണം. നൗ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഈ പറഞ്ഞ 10,000 പ്രോഡക്റ്റ് അറ്റ്ലീസ്റ്റ് 5 times നിങ്ങൾ സെല്ല് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ മേക്ക് 50,000 dirhams. ഈ 5 ആൾക്കാർ വാങ്ങിക്കണമെങ്കിൽ മേക്ക് ഷുവർ അറ്റ്ലീസ്റ്റ് 1,000 people come to know about your product every day. അതെങ്ങനെയാണ് അറിയുന്നത്? യു ക്യാൻ യൂസ് സോഷ്യൽ മീഡിയ, യു ക്യാൻ യൂസ് പെയ്ഡ് ആഡ്സ്. ഇതിനൊക്കെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇതെല്ലാം ചെയ്യുക. ലെറ്റ് അതർ പീപ്പിൾ നോ വാട്ട് യുവർ പ്രോഡക്റ്റ് ഇസ്, മേക്ക് സം സെയിൽസ്, മേക്ക് സം മണി, ഗെറ്റ് എ സ്പോർട്സ് കാർ.